പാകിസ്ഥാനിലെ സൈന്യാധിപനായ അസിം മുനീർ അമേരിക്കയുമായിട്ട് നല്ല ബന്ധമാണ് പുലർത്തുന്നത്. അത് നമുക്ക് പല കാര്യങ്ങളോട് വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഈ സംഘർഷത്തിൽ അമേരിക്കയ്ക്ക് ഏതെങ്കിലും തരത്തിൽ അസിം മുനീറിൻ്റെ സഹായം കിട്ടിയിട്ടുണ്ടാവുമോ? ഇസ്രയേൽ നടത്തിയ ഈ ആക്രമണം ഉണ്ടല്ലോ, അതായത് റൈസിംഗ് ലൈൻ എന്നാണല്ലോ ഇസ്രയേൽ ഓപ്പറേഷന്റെ പേരിട്ടിരിക്കുന്നത്. അത് വിജയിക്കാനുള്ള മുഖ്യ കാരണം എന്ന് പറയുന്നത് ആസിഫ് മുനീറാണ്. അതിൻ്റെ ഒരു പാരിതോഷികമായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ബാങ്കിൻ്റെ 40 ബില്യൺ ഡോളറും അതേപോലെ തന്നെ IMFന്റെ ബെയിലൗട്ടും ഒക്കെ പാകിസ്ഥാന് കിട്ടാൻ കാരണം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ശനിയാഴ്ച അല്ലേ? അതെ. ഇന്നിപ്പം ആസിഫ് മുനീർ അമേരിക്കയിലുണ്ട്. സൈനിക ദിനാഘോഷത്തിൻ്റെ അപ്പം ട്രംപിൻ്റെ അതിഥിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പം അതിൻ്റെ പേരിൽ ഇപ്പം ജയറാം രമേശൊക്കെ ഇപ്പം നമ്മളിവിടെ ഇന്നലെ പ്രസ്താവനയൊക്കെ ഇറക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇന്ത്യയോടുള്ള അമേരിക്കയുടെ നയം മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ ഉള്ളത്. അതൊക്കെ രാഷ്ട്രീയമായ സംഗതിയാണ്. പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിൽ നടക്കുന്ന സംഗതി കണ്ടാൽ ഭയങ്കര തമാശയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ആസിഫ് മുനീർ ആണ് ഈ ഇറാനിൽ നടത്തിയിരിക്കുന്ന ഇസ്രയേലിൻ്റെ ആക്രമണം വിജയിക്കാനായിട്ട് മുഖ്യ ഒരു പങ്ക് വഹിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖമേനിയെ അവർ ഒഴിവാക്കി. എന്നാൽ ഖമേനിയുടെ മുഴുവൻ ശക്തി കേന്ദ്രങ്ങളെയും ഇസ്രയേൽ പ്രധാനപ്പെട്ട കക്ഷികളെ മുഴുവൻ ഉന്മൂലനം ചെയ്തു. ബഘേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇദ്ദേഹം ഖമേനിക്കാണ് നേരിട്ട് ഡയറക്റ്റ് റിപ്പോർട്ടിംഗ് ആണ്. ആ ബഘേരിയാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ. ഈ ഖമേനി അവിടെ ഭരണം നിലനിർത്തുന്നതും ആധിപത്യം നിലനിർത്തുന്നതും മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ IRGC, ഈ റവല്യൂഷണറി ഗാർഡ് കോർ. അപ്പോൾ അതിൻ്റെ ചുമതല മുഴുവൻ ഇയാൾക്കായിരുന്നു, ഈ ബഘേരിക്കായിരുന്നു. ഈ കഴിഞ്ഞ മെയ് 27, അതായത് കഴിഞ്ഞ മാസം മെയ് 27 നമ്മുടെ പാകിസ്ഥാനിലെ പട്ടാള മേധാവി ആസിഫ് മുനീർ ഇറാനിൽ സന്ദർശിച്ച് ഇവർ തമ്മിലുള്ള സഹോദര ബന്ധം നിങ്ങളെ ഒറ്റ സഹോദരന്മാരെ പോലെയാണെന്നൊക്കെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ട് ആസിഫ് മുനീർ ഈ ബഘേരിക്കൊരു വിലപ്പെട്ട സമ്മാനം കൊടുത്തു. അതൊരു വില കൂടിയ റിസ്റ്റ് വാച്ചാണ് കൊടുത്തത്. ഈ റിസ്റ്റ് വാച്ചിനകത്ത് എംബഡഡ് ഇൻ്റർസെപ്റ്റർ എന്ന് പറയുന്ന സംഗതി ഉണ്ടായിരുന്നു. ആ എംബഡഡ് ഇൻ്റർസെപ്റ്റർ വെച്ചിട്ട് ആണ് ട്രാക്ക് ചെയ്തിട്ടാണ് ഇവരുടെ എല്ലാം സ്ഥലങ്ങൾ കൃത്യമായിട്ട് ഇസ്രയേൽ മൊസാദ് ട്രാക്ക് ചെയ്ത സാധനം. ശരിക്കും അമേരിക്ക വഴി ആസിഫ് മുനീറിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രക്രിയ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യുപകാരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആസിഫ് മുനീറിനെ അമേരിക്ക വിളിച്ച് ആദരിക്കുന്നതും. അതോടൊപ്പം തന്നെ ഇതിനകത്ത് വേറൊരു വലിയൊരു തമാശ ഉണ്ടായി. കഴിഞ്ഞ ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പ്, ജസ്റ്റ് ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ, ഈ വെസ്റ്റ് ഏഷ്യയുടെ അമേരിക്കയുടെ ഈ മിലിറ്ററി ചുമതല വഹിക്കുന്ന മൈക്കൽ കുരുല ഒരു പത്രസമ്മേളനം നടത്തുകയും അതോടൊപ്പം തന്നെ പ്രസിഡന്റിന് ഒരു റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടിനകത്ത് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രമല്ല ലോകത്ത് തന്നെ ഈ ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഭയങ്കരമായ ലീഡർഷിപ്പ് റോളാണ് പാകിസ്ഥാൻ വഹിക്കുന്നതെന്നും അങ്ങനെ പാകിസ്ഥാനെ ശ്ലാഘിച്ചുകൊണ്ടുള്ളൊരു ദീർഘമായ റിപ്പോർട്ടാണ് ഈ കുരുല അമേരിക്കൻ പ്രസിഡന്റിന് കൊടുത്ത സാധനം. അപ്പോൾ അദ്ദേഹം വളരെ പത്രസമ്മേളനം നടത്തി. അപ്പോൾ അതിനകത്താണ് അദ്ദേഹം ഇന്ത്യയും പാകിസ്ഥാനെയൊക്കെ വളരെ ഈക്വൽ ടേംസിൽ വിശേഷിപ്പിക്കുകയൊക്കെ ചെയ്ത് അത് വലിയൊരു ചർച്ചാ വിഷയമായ സംഗതിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു സംശയം തോന്നുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇറാനുമായിട്ട് യുദ്ധം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ എയർബേസുകൾ, ഇപ്പോൾ നേരത്തെ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ഉറപ്പിച്ചിരുന്ന സമയത്ത് നൂർഖാനും അതേപോലെ ഷംസി എയർബേസും എല്ലാം അമേരിക്ക ഉപയോഗിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ആ ഒരു താല്പര്യം എന്നും അവിടെ ഉണ്ട്, ഇനിയും ഉണ്ടാവും അവിടെ. അതുകൊണ്ടാണ് ഇങ്ങനൊരു വിഷയം വരുന്ന സമയത്ത് അമേരിക്കയ്ക്ക് ഈ പാകിസ്ഥാനി സഹായകരമായൊരു നിലപാടെടുക്കേണ്ടി വരുന്നത്. മാത്രമല്ല ഇപ്പം ഈ 40 ബില്യൺ ഡോളർ കൊടുക്കാൻ കാരണം തന്നെ ആ കാശ് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ബലൂജികളെ അമർത്തിയും വേണം. കാര്യം ബലൂജികളെ അടിച്ചമർത്തി അവിടെ വളരെ സുരക്ഷിതമാക്കിയെങ്കിൽ മാത്രമേ ഇവർക്ക് ഇറാനിലേക്ക് എന്തെങ്കിലും യുദ്ധം തുടരുകയാണെങ്കിൽ അവിടെ ഷംസി എയർബേസും അതേപോലെ തന്നെ പഞ്ചാബിലെ നൂർഖാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഇവിടെ ഇങ്ങനെയുള്ളൊരു പൊതു താല്പര്യമുണ്ട്. അതിന് പുറമെയാണ്
ഇദ്ദേഹം ഈ ഒരു ദൗത്യം നിർവഹിച്ചത്. ആ ദൗത്യമാണ് ഈ ബഘേരി ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരെയും കൃത്യമായിട്ട് പ്രിസിഷനാണ് അല്ലേ, അത് ആ ഒരു പ്രിസിഷനോട് കൂടി ഉന്മൂലനം ചെയ്യാനായിട്ട് അവരെ സഹായിച്ച ആ ഒരു ആസിഫ് മുനീറിൻ്റെ ഈ ഒരു ദൗത്യമാണ്. അന്ന് യഥാർത്ഥത്തിൽ വാസ്തവം പറഞ്ഞാൽ ഒരു ചതിയും കൂടെയാണ് ചെയ്തത്. കാരണം അവിടെ പോയിട്ട് ഈ ബഘേരി ഉറ്റ സഹോദരങ്ങളെ, ഒരമ്മ പറ്റ സഹോദരങ്ങളെ പോലെയാണെന്നൊക്കെ പുള്ളി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തതാണ് അവിടെ പോയിട്ട്. അപ്പം അത് ഈ ഒരു ചതിയിലൂടെ അത് ഈ പറഞ്ഞ പോലെ അവിടെ ഇതിനകത്തുള്ള ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മുനീറിൻ്റെയും പ്രതീക്ഷ. അതുകൊണ്ടാണ് മുനീറും ഈ കൈവിട്ട കളിക്ക് തയ്യാറായത്. പക്ഷേ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറാനും പാകിസ്ഥാനും തമ്മിൽ അത്ര നല്ല ബന്ധമായിരുന്നില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയെ കയറി പാകിസ്ഥാൻ ചൊറിയുമ്പോൾ ഇറാനാണ് ഇടയ്ക്ക് മിസൈൽ അയച്ചിട്ട് പാകിസ്ഥാന് അടിയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഈ മുസ്ലിം രാഷ്ട്രങ്ങൾ എന്ന രീതിയിൽ ഒരു ബന്ധം സ്ഥാപിക്കുക, ഇതൊരു തുർക്കിയുടെ ഐഡിയയാണ്. ആ ഐഡിയയിലൂടെ പാകിസ്ഥാൻ പതുക്കെ ഇറാനിലേക്ക് സന്ദർശനം നടത്തുന്നു, സൗഹൃദ സന്ദർശനമാകുന്നു, പട്ടാള മേധാവികൾ തമ്മിൽ കൂടി ചേരുന്നു. അപ്പം ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാണെന്നും അതുകൊണ്ട് പാകിസ്ഥാൻ ഇറാനുമായിട്ട് ബന്ധം ശക്തമാക്കാമെന്നൊക്കെയാണ് കരുതിയത്. അതായിരിക്കും ഒരുപക്ഷെ ഇറാൻ കരുതിയത്. ഇങ്ങനെ അമേരിക്കയുടെ വഴി ഒരു ചതി അവരൊരിക്കലും പ്രതീക്ഷിച്ചും കാണില്ല. തീർച്ചയായിട്ടും ഉണ്ടാവില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. കാര്യം ഇദ്ദേഹം കിട്ടിയ സമ്മാനം വളരെ, ഈ ആസിഫ് മുനീർ കൊടുത്ത സമ്മാനം വലിയ വിലപ്പെട്ട ഒരു സമ്മാനമാണല്ലോ. ഒരു വിശേഷിച്ചും ഒരു രാജ്യത്തിന്റെ പട്ടാള മേധാവി കൊണ്ടു കൊടുക്കുന്നതാണല്ലോ അയൽ രാജ്യത്തിന്റെ. അപ്പൊ അത് കെട്ടിക്കൊണ്ട് പുള്ളി ആഘോഷപൂർവ്വം നടന്നിട്ടുണ്ടാവും. പക്ഷെ അവസാനം നല്ല സുന്ദരമായ പണിയായി ഈ ഖമേനിയുടെ ചിറകൊടിച്ചു എന്നുള്ളതാണ്. അപ്പൊ 7 ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെ ഉന്മൂലനം ചെയ്തു. അതോടൊപ്പം ബഘേരി ആയിരുന്നു ഇയാളുടെ ശക്തി. ആ ബഘേരിയെ പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്തു. മറ്റുള്ള ജനറൽസിനെയും ആർമി കമാൻഡർമാരെയും പട്ടാള സംയുക്ത മേധാവിയും കോർഡിനേറ്ററെയൊക്കെ ഇല്ലായ്മ ചെയ്തു. അതിനെല്ലാം സഹായകമായത് ഈ ഒരു റെസ്റ്റ് വാച്ച് ആണെന്നാണ് ഇപ്പോൾ നമുക്ക് ഈ ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങളെന്ന് പറയും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറാൻ എന്തുകൊണ്ടായിരിക്കും സംശയം തോന്നുന്നത്? കാരണം ഇത്രയും നാൾ ശത്രുപക്ഷത്ത് നിൽക്കുന്ന പാകിസ്ഥാൻ, അല്ലെ അവിടുത്തെ സൈനിക മേധാവി, അയാളാണ് ഒരു സർവ്വ സൈന്യാധിപൻ എന്ന് പറയുന്നത്. കാരണം ഒരുപക്ഷെ പ്രസിഡന്റിനേക്കാൾ പവർഫുൾ ആയിരിക്കും. അങ്ങനെയുള്ള ഒരാൾ അവിടെ വരുമ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഖമേനിയെ പോലെയുള്ള അല്ലെങ്കിൽ ഇറാൻ്റെ ഒരു തലപ്പത്തൊക്കെ ഇരിക്കുന്ന മത നേതൃത്വത്തിനോ ഇതിനൊന്നും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്? അതൊക്കെ അവിടെയൊക്കെയാണ് ഈ മൊസാദിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണേണ്ട സാധനം. അത് ഇപ്പം കുറേ പുറകിലേക്ക് പോകേണ്ടി വരും. ഒരു പക്ഷേങ്കിൽ നമ്മളെ ഇവിടെ നടന്നിട്ടുള്ള ഈ സമീപ കാലങ്ങളിൽ നടന്നിട്ടുള്ള പല പല സംഭവങ്ങളുടെയും പിന്നിലേക്ക് നമ്മൾ കാണാത്ത ഒരുപാട് അധ്യായങ്ങളുണ്ടാവും. അപ്പം അങ്ങനെ ആ രീതിയിലാണ് മൊസാദിൻ്റെ പ്രവർത്തനം. മൊസാദ് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഹമാസിൻ്റെ തീവ്രവാദികളെ അവരുടെ ഈ മറ്റേ അടിവസ്ത്രങ്ങളിൽ പേജറിൽ വെച്ചിട്ട് ഒട്ടിച്ചെന്ന് പറയില്ല, അത് ബംഗ്ലാദേശിനെ ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്ത സാധനം. ബംഗ്ലാദേശിൽ നിന്ന് കയറ്റി അയക്കുന്ന അടിവസ്ത്രങ്ങളുടെ ഇലാസ്റ്റിക് അവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവർക്ക് അതിന്റെ ക്വാളിറ്റി പോരാന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ പറഞ്ഞു, ബംഗ്ലാദേശിനോട് പറഞ്ഞ ഒരു കാര്യം, ഇലാസ്റ്റിക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാം, നിങ്ങൾ പ്രത്യേകിച്ച് കാശും തരണ്ട, അതേ എമൗണ്ടിന് നിങ്ങൾ ചെയ്തിട്ടുള്ളാൻ പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ആ ഒരു രീതിയിലൂടെയാണ് ഓപ്പറേറ്റ് ചെയ്തത്. അപ്പൊ ഈ മൊസാദിന്റെ പ്രവൃത്തികൾ നമുക്ക് പറയാൻ പറ്റില്ല സാർ. അപ്പൊ ആ ഒരു പല ഇപ്പൊ ഉദാഹരണത്തിന് ബലൂചിസ്ഥാനിൽ നടക്കുന്ന സംഭവങ്ങൾ, അതുപോലെ പിന്നെ തെഹ്രീകെ താലിബാന്റെ. അപ്പൊ അത് കാരണമാണ് ഈ ഇറാനിൽ നിന്ന് പലപ്പോഴും ഇങ്ങോട്ട് മറ്റേ മിസൈലുകൾ വന്നുകൊണ്ടിരിക്കുന്നത്, തിരിച്ചു അങ്ങോട്ട് ഇറാനിലേക്ക് പാകിസ്ഥാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് ഈ രാജ്യങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ഒരു സൗഹൃദമൊക്കെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ പോലും മൊസാദ് പ്രവർത്തിച്ചിട്ടുണ്ടോ? അതിന്റെ ഭാഗമായിട്ടായിരിക്കും നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ മറ്റേ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇറാന്റെ വിദേശകാര്യ മന്ത്രി പാകിസ്ഥാനിൽ പോയിട്ട് ഇന്ത്യയിൽ വന്നിരുന്നു, അതെ അല്ലേ? അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഇറാൻ പിന്നെ ഈ ഇത്തരത്തിലുള്ള ഒരു നയതന്ത്ര ബന്ധം ഇറാനും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാകുന്ന സമയത്ത് ഇറാൻ ഒരു പക്ഷേ ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ അതിന്റെ പിന്നിൽ ഒരു പക്ഷേ മൊസാദ് ഉണ്ടാവാം. അപ്പൊ ഈ രീതിയിലൊക്കെയാണ് ഈ ഇത്തരം എന്താ പറയുക ഈ സമവാക്യങ്ങളും ഈ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ മുനീറിന്റെ വാച്ച് ഇറാന്റെ നട്ടലൊടിച്ചു എന്ന് പറഞ്ഞാൽ ഒട്ടും അത്ഭുതപ്പെടുത്താനില്ല. ഇറാന്റെ ചരിത്രത്തെ മാറ്റാൻ പോവാണ്. അവിടെ ഒരു ഭരണമാറ്റം വരുവാണെങ്കിൽ ഇറാന്റെ ചരിത്രം മാറുകയാണ്. അപ്പൊ അതിനെ സഹായിക്കുന്നത് കാരണം ഇവർ 7 ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ പോയി ഇവരുടെ ന്യൂക്ലിയർ കേന്ദ്രങ്ങളും തകർന്നു. നെതാനും മറ്റുള്ള എല്ലാം 6 കേന്ദ്രങ്ങളും മുഴുവൻ തകർത്ത് കളഞ്ഞു. അദ്ദേഹം പറഞ്ഞ ആ ഒരു കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ട് അവർ തകർത്തതിനകത്ത്. അതുപോലെ തന്നെ ഖമേനിയെ മാത്രം നിർത്തി ഖമേനിയുടെ ശക്തി, ഈ ബുദ്ധി ശക്തി കേന്ദ്രങ്ങളെയും സാങ്കേതിക ശക്തി കേന്ദ്രങ്ങളെയും തകർത്ത് പട്ടാള ശക്തി കേന്ദ്രത്തിനെയും തകർത്ത്
തരിപ്പണമാക്കുക. കാരണം ഈ IRGC ആണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ഈ ക്രൂരതകൾ മുഴുവൻ കാട്ടിക്കൂട്ടുന്നത്. ഈ ഹിജാബ് നിരീക്ഷണവും ഈ മൊറാലിറ്റി പോലീസിനെ എല്ലാം നിയന്ത്രിക്കുകയും മതസംബന്ധമായ ഈ മതമൗലികവാദത്തിന്റെ കാഴ്ചപ്പാടിലൂടെ ഇറാൻ ജനതയെ നയിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന IRGC ആണ്. ആ IRGCയുടെ തലവനെയാണ് അമേരിക്ക ഈ രീതിയിലൂടെ ഇല്ലായ്മ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇറാൻ്റെ ചരിത്രത്തിൻ്റെ മാറ്റത്തിനകത്ത് നമ്മുടെ ആസിഫ് മുനീർ, ഫീൽഡ് മാർഷൽ ആസിഫ് മുനീറിന് ഒരു നിർണായക പങ്കുണ്ടെന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.